പോകാം. ഹലോ ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലം പരവൂരാണ്. അപ്പം നമ്മുടെ ഈ നാട്ടിലെ ഈ പരവൂരിലെ ഒരു അടിപൊളി സ്ഥലം കാണിക്കാനാണ് ഞാൻ നിങ്ങളെ പോകുന്നത്. അപ്പം ഇതെൻ്റെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള പോളച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് കാണും. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുള്ളവരും കാണും, വന്നിട്ടില്ലാത്ത ഒരുപാട് പേരും കാണും. വന്നിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വരാത്തവർക്കായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും കുറേ കാര്യങ്ങൾ ഇതിലൂടെ കാണാവുന്നതാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. ഏകദേശം 80% പേര്, അതായത് ഒരു വീഡിയോ 100 പേര് കാണുന്നുണ്ടെങ്കിൽ 80 പേരും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പോളിച്ചിറയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഗൈസ്, ഞാനങ്ങനെ പോളച്ചിറയിലെത്തി. അപ്പോൾ ഇതാണ് പോളച്ചിറ എന്ന് പറയുന്നത്. കണ്ടില്ല, ഇപ്പം മഴയൊക്കെ ആയിട്ട് ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പരവൂർ സൈഡിൽ നിന്ന് ഒഴുകുപാറ റോഡ് വഴിയാണ് ഈ ഒരു പോളച്ചിറ എത്തിയത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പരവൂരിനും ചാത്തന്നൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. പരവൂർ ടൗണിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൽ കൂടുതലുണ്ട് നമുക്ക് ഇവിടെ എത്താനായിട്ട്. ചാത്തന്നൂരാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ ഒരു പോളച്ചിറ എത്താനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒഴുകുപാറ സൈഡാണ്. തൊട്ട് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ചാത്തന്നൂർ സൈഡാണ്. ചാത്തന്നൂർ പരവൂർ റോഡ് വരുന്നത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ടാണെങ്കിൽ ഇതുകൊണ്ട് അതുവഴിയും ഒരു റോഡുണ്ട്. പിന്നെ അതുപോലെ ഇവിടുന്നും അകത്തോട്ട് ഒരു റോഡുണ്ട്. അപ്പോൾ ഈ റോഡ് രണ്ടും ഈ ഒരു പോളച്ചിറയിലെ ഭംഗികളൊക്കെ കാണിച്ചുകൊണ്ട് നേരെ ചെന്ന് കയറുന്നത് ചാത്തന്നൂർ പരവൂർ മെയിൻ റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത്. അപ്പം അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് ഇപ്പം നമുക്ക് നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മഴ സീസണല്ലേ, മഴയുടെ സമയമായതുകൊണ്ട് തന്നെ വെള്ളം കയറിയിട്ട് ഈ റോഡൊക്കെ മറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങോട്ട് വെള്ളത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. റോഡായിട്ടൊന്നുമില്ല, ഈ ചെളി മണ്ണ് നിറച്ചിട്ടുള്ളതൊക്കെ. അപ്പം മണ്ണൊക്കെ ചിലപ്പോൾ ചെളിയായിട്ടൊക്കെ പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒഴുകുപാറ വഴി വരുമ്പോഴത്തേക്ക് ഇവിടെ 2 ക്രഷർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. 2 ക്രഷർ യൂണിറ്റ് ഉണ്ട്. മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ക്രഷർ യൂണിറ്റിൽ നിന്ന് ഇവിടുന്ന് ലോഡ് കൊണ്ടുപോകണത്, വണ്ടിയിൽ ലോഡ് കൊണ്ടുപോകണത് ഈ പോളച്ചിറയുടെ 2 സൈഡിൽ കൂടെയുള്ള ഈ വഴികളിലൂടെയാണ് ലോഡ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ചാത്തന്നൂർ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുവഴിയാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മളൊക്കെ വരുന്ന സമയത്ത്, നമ്മളൊക്കെ ഇങ്ങോട്ടൊക്കെ കാണാനൊക്കെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോഡൊക്കെ ആയിരുന്നായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടുള്ളത്. ഇവിടെ ഒരുപാട് മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഒരുപാട് പേര് ചൂണ്ടയിടാനും അതുപോലെ തന്നെ വലയിട്ട്, ചെറിയ വലയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കണ്ടില്ല, ഇപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഒരുപാട് മീനൊക്കെ കാണും. ഇന്നിപ്പോൾ ഒരു മഴ സമയവും മഴ സീസണൊക്കെ ആയതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നതാണ് മീൻ പിടിക്കുന്നതൊക്കെ ആയിട്ട്. ഒരുപാട് മീനൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ കണ്ടില്ലേ വെള്ളം കയറി കിടക്കുന്നത്. ഇപ്പം ഇതിങ്ങനെ വെള്ളം കയറി ഒരു കായൽ പോലൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും ചൂട് സമയത്ത് ഇത് മൊത്തം വറ്റി വരണ്ട് ഫുള്ള് ഇതുപോലത്തെ കാടുകളൊക്കെ കയറിയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് പോളച്ചിറയിലെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഏകദേശം ഒരു ഭൂരിഭാഗം പേർക്കും ഇവിടുത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതെന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ അത് നിങ്ങൾക്ക് എന്തായാലും മാറി കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അതുപോലെ തന്നെ പോളച്ചിറയിലെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും, എന്താണ് പോളച്ചിറ, അതിനെന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളതെല്ലാം ഞാനിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പറയാം. പക്ഷേ നമ്മൾ ഒഴുകുപാറ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ക്രഷറിനടുത്ത് നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് കയറി വരുമ്പോൾ ഉള്ള റോഡാണ്. കണ്ട് ഇത് കണ്ടില്ലേ, ഇതുവഴി ഇങ്ങനെ വരുന്ന പണ്ടൊക്കെ ഈ ബണ്ട് കെട്ടി നിർത്തുമെന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. കണ്ടില്ലേ, മണ്ണ് വെച്ചിട്ടുള്ള, അല്ലാതെ റോഡൊന്നും ടാർ ചെയ്ത റോഡൊന്നും അല്ല. അപ്പോൾ മുമ്പ് ഇതിലേക്കൂടെ നമ്മൾ കാറിലൊക്കെ പോയിട്ടുണ്ട്, കാറൊക്കെ ഇതുവഴി പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കാറൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, ബൈക്കിലായിരിക്കും. കാറൊക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ചെടികളും അതെല്ലാം ഇങ്ങനെ വണ്ടികളിലൊക്കെ ഒരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബൈക്കാണ് ഏറ്റവും നല്ലത് ഇതുവഴി പോകാൻ. ഈ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ, ഈ നല്ല കാറ്റൊക്കെ തഴുകി പോകാനായിട്ട് അടിപൊളിയാണ്. ശരിക്കും നമ്മൾ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഈ പോകുന്ന വഴിക്ക് ഒരുപാട് വീടുകളും കൃഷി സ്ഥലങ്ങളും ഫാമുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇത് ചാത്തന്നൂർ റോഡിൽ ചെന്ന് കയറുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറേ ഈ റിസോർട്ട് പോലത്തെ ഹോം സ്റ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റോഡ് വഴി പോയിട്ട് തിരിച്ച് അപ്പുറത്തെ റോഡ് വഴി വരും, അതായത് ഈ ഒരു പോളച്ചിറയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ റോഡ് വഴി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനത്തെയും ഉണ്ട്.
അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമാധാനമായിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കിടിലം സ്പോട്ടാണ് ഈ ഒരു പരവൂരുള്ളതിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരവൂർ ടൂറിസത്തിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് പേരൊന്നും ഈ ഒരു പോളച്ചിറ കാണാനായിട്ട് വരാറില്ല. കാരണം കുറച്ചാണ്, വളരെ ആൾക്കാർ കുറവാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇതൊരു അടിപൊളി പിക്നിക് സ്പോട്ടൊക്കെയാണ്. ഇവിടെ വരുന്നവർക്കാണെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ വേസ്റ്റ് സംഭവങ്ങളൊന്നും ഇവിടെ ഇടരുത്. അതെല്ലാം ചുരുട്ടി കെട്ടി നിങ്ങൾ വീട്ടിൽ കൊണ്ട് കളയുക. കാരണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പ്രകൃതിയെ ഒരുപാട് ബാധിക്കും. കാരണം ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പോളച്ചിറയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. കാരണം ഇവിടെ കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു വേസ്റ്റും ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത്രയും വൃത്തിയോടെ കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇവിടെ പ്ലാസ്റ്റിക്കുകൾ വരും, വേസ്റ്റ് വരും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരണം, ഈ സ്ഥലം കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. അത് ഒരുപാട് പേർക്ക് അത് ഉപയോഗപ്പെടുകയും ചെയ്യും ഇവിടെ കച്ചവടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. പക്ഷേ അതൊരിക്കലും ഇവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കരുത്. വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേസ്റ്റും അങ്ങനത്തെ ഒരു സാധനങ്ങളും പ്ലാസ്റ്റിക്കും അങ്ങനെ ഒന്നും ഇവിടെ ഇടാതിരിക്കുക ഗൈസ്. അപ്പോൾ പോളച്ചിറ എന്ന് പറയുന്നത് പരവൂർ ടൂറിസത്തിൻ്റെ ഒരു മെയിൻ ഭാഗം തന്നെയാണ് ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. ഈ പോളച്ചിറ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പരവൂരിൻ്റെയും ചാത്തന്നൂരിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പോളച്ചിറ വരുന്നത്. ഈ ഒരു പരവൂരിൻ്റെ ചാത്തന്നൂരിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു 600 ഹെക്ടറിൽ വരുന്ന ഫ്രഷ് വാട്ടർ സീസണൽ വെറ്റ്ലാൻഡാണ് പോളച്ചിറ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ മെയിൻ ബേർഡ് സൈറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ ബേർഡ് സീയിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സീസണൽ ബേർഡ്സ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഈ പോളച്ചിറ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് പേർക്കെങ്കിലും അത് അറിയാത്തൊരു കാര്യമായിരിക്കും. ഇത്രയും മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ തന്നെ കേരളത്തിലുള്ള ഒരു മെയിൻ സ്പോട്ടാണ് ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു വേറെ ഉണ്ടോയെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. എന്നിരുന്നാലും കൊല്ലത്തുള്ള ഒരു മെയിൻ ബേർഡ് വാച്ചിങ് ആയിട്ടുള്ള മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ ഹോം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഹോം എന്ന് പറയപ്പെടാവുന്ന ഒരു സ്ഥലമാണ് പരവൂരിലുള്ള ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ കാര്യം എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 151 പരം മൈഗ്രേറ്റിംഗ് ബേർഡ്സാണ് ഒരു വർഷം ഈ പോളച്ചിറ വന്ന് പോകണമെന്നുള്ളതാണ് കണക്ക്. അതിനകത്തും ഭയങ്കര റെയർ സ്പീഷീസ് ആയിട്ടുള്ള ഫാൽക്കൺ, സ്റ്റോർക്ക്, അതുപോലത്തെ കുറേ വെറൈറ്റി അതിനകത്ത് തന്നെ പല ബ്രീഡുകളും ഒക്കെയാണ് ഇവിടെ വന്നിട്ട് പോണത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു വെറ്റ്ലാൻഡാണ്. ഈ ഒരു വെറ്റ്ലാൻഡിൽ ഹൈ ബയോട്ടിക് ഇതുള്ളതാണ്. ഒരുപാട് അക്വാറ്റിക് ഫിഷുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫുഡ് അതിനൊരു ഫുഡല്ലേ, മൈഗ്രേറ്റിംഗ് ബേർഡ്സിന് അതൊരു ഫുഡാണ്. ഒരുപാട് മീനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഇങ്ങനെ പ്രതിവർഷം വന്നുകൊണ്ടിരിക്കുന്നത്. ബേർഡ്സിനെ വാച്ച് ചെയ്യാനായിട്ട്, മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെയൊക്കെ വാച്ച് ചെയ്യാനായിട്ട് പോളച്ചിറയിലോട്ട് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഫെബ്രുവരി, അതായത് ആ ഒരു വിൻ്റർ ടൈമിലാണ് ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു ഏരിയയിലെ ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി തന്നെ ഈ ഒരു പോളച്ചിറ ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു പോളച്ചിറ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ഭംഗിയും കാഴ്ചയും മാത്രമല്ല, ഇതിൽ നിന്നും കൊണ്ട് ഇവിടെ ഒരുപാട് എക്കോളജിക്കലായിട്ടുള്ള ബാലൻസിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പോളച്ചിറയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇന്നിപ്പം കുറച്ച് ഇരുട്ടായിട്ട് കിടക്കുന്നതിൻ്റെ കാരണം മഴ സീസൺ ആയതുകൊണ്ടാണ്. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ആ ഒരു ഒഴുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവിടെ ഇന്നിപ്പം കാറ്റ് മഴയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ശരിക്കും വന്നത്. കണ്ടില്ലേ, വെള്ളമൊക്കെ കലങ്ങി കിടക്കുന്നുണ്ട്, എല്ലാ വെള്ളം കലങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇവിടെ നടുക്കൂടെ വെള്ളം കിടക്കുവാണ്. അപ്പോൾ ഈ റോഡ് വഴി നമുക്ക് ബൈക്ക് കൊണ്ടുപോകുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം നടുക്കെത്തുമ്പോഴത്തേക്ക് പൊതാനുള്ള ചാൻസ് ഉണ്ട്. അനിയനാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടില്ല, അത്രയും അവൻ്റെ മുട്ട് വരെയുള്ള താഴ്ചയിൽ വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുവഴി ഇനി ബൈക്കിൽ പോകാൻ പറ്റത്തില്ല. ഈ വഴി പോകുമ്പോഴത്തേക്ക് വീടുകൾ കുറവാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ കുറച്ച് വീടുകളുണ്ട്. അതുമാത്രമല്ല, വീടുകൾ കൂടുതൽ ഫാമുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ നിന്ന് തിരിച്ചു പോകാം. കാരണം ഇവിടെ ഇപ്പോൾ റോഡ് ബ്ലോക്ക് ആയതിനെ കൊണ്ട് പോയി നോക്കിയായിരുന്നു, മുട്ടോളം വെള്ളം ഉണ്ടല്ലേ അവിടെ, ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അതുവഴി നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ റോഡ് വഴി പോകാം. പക്ഷേ നമ്മൾ നേരത്തെ പോയത് ആ ഒരു ഭാഗത്ത് അവിടുത്തെ ആ ക്രഷറിൻ്റെ അകത്തോട്ടുള്ള വഴിയായിരുന്നു. അവിടെ നിന്ന് കയറി പോയപ്പോഴാണ് പകുതി എത്തിയപ്പോഴും നമ്മൾ തിരിച്ച് വരേണ്ടി വന്നത്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് രണ്ടാമത്തെ വഴിയാണ്, അതായത് ആ ഓട്ടോ ഇറങ്ങി വരുന്നത് കണ്ടോ,
ആ ഒരു ലോർഡ് കൃഷ്ണ സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ഒരു വഴി അകത്തോട്ടുള്ള ഈ ഒരു റോഡ് കയറിയാണ് നമ്മൾ അടുത്തത് പോകാൻ പോണത്. നമ്മളങ്ങനെ രണ്ടാമത്തെ റോഡ് വഴി ഉള്ളിലോട്ട് വന്നപ്പോൾ ഉള്ള കാഴ്ചകൾ കണ്ടില്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നിശബ്ദമായിട്ടുള്ള സ്ഥലമാണ്. ഉണ്ടോ, കിളികളുടെ സൗണ്ട് കേൾക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയത്ത് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഭയങ്കര കുറവാണ്. ഈ ഒരു സമയത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ ഓരോ വർഷം വരുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ എണ്ണത്തിൽ ഭയങ്കര കുറവ് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ കാരണമെന്ന് കൃത്യം അറിയത്തില്ല. പക്ഷേ ഇവിടെയുള്ള ക്രഷർ കണ്ടില്ല, ഇവിടെ തന്നെ നമ്മളിപ്പോൾ വന്ന വഴിക്ക് 2-3 ക്രഷർ യൂണിറ്റൊക്കെ ഉണ്ട്. അവിടുത്തെ ഒച്ചപ്പാടും പിന്നെ അവിടുന്ന് വരുന്ന പൊടിയും അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ എണ്ണം കുറയാനുള്ള കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വരാനില്ലല്ലോ. കാരണം ഇവിടെ വേറെ ടൂറിസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. കാരണം അങ്ങനത്തെ ആൾക്കാർ വരുന്നത് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഈ ഒരു ഏരിയയ്ക്ക് വേറെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കോഴിക്കോട് കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു ബേർഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേർഡ് വാച്ചിങ് അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട് ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ഥലമാണ് ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ടൂറിസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതൊരു മൈഗ്രേറ്റിംഗ് ബേർഡ്സിൻ്റെ ഹോം തന്നെയാണ്. കൊല്ലത്ത് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ഒരു മെയിൻ സ്പോട്ടാണ് ഈ ഒരു പോളച്ചിറ എന്ന് പറയുന്നത്. മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ കാണാനും പിന്നെ ബേർഡ് വാച്ചിങ്ങിനൊക്കെ വരാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ഈ ചിറയിൽ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ഈ മീനുകളെ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഫുഡാക്കിയിട്ടാണ് ഈ ഒരു സീസണൽ ബേർഡ്സ് വരുന്നത്. കാരണം ഒരുപാട് ദൂരത്തോട്ട് ഇവർ ഫ്ലൈ ചെയ്ത് പോകുന്നതല്ലേ, ഓരോ സീസണിൽ ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നതല്ലേ. അപ്പം കൂടുതൽ ഫുഡുള്ള സ്ഥലത്തായിരിക്കും അത് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ ഒരു പോളച്ചിറയിലോട്ട് വരുന്നത്. ഇതുപോലത്തെ വെറ്റ്ലാൻഡുകൾ, അതായത് ഈ ചിറകൾ ഒരുപാട് സ്ഥലത്ത് കാണും. പക്ഷേ ഇതുപോലെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് കുറവായിരിക്കും മിക്കയിടത്തും. പക്ഷേ ഇവിടെ മുമ്പൊക്കെ ഒരുപാട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് വരുമെന്നാണ് അറിയുന്നത്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ അത് കാണാൻ വരുന്നവരുടെ ആൾക്കാരുടെ എണ്ണമൊക്കെ ഭയങ്കര കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള അക്വാട്ടിക് ലൈഫാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പോളച്ചിറയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഗൂഗിളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മീനും പൊടിമീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സീസൺ അല്ലാത്ത സമയമാണ്, ഈ മഴക്കാലം അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതുപോലെ പച്ചപ്പിലായിരിക്കും കിടക്കുന്നത്. ഫുള്ള് പച്ചപ്പിൽ കിടക്കുമ്പോൾ കൂടിയും ഇതിൻ്റെ അടിയിലുള്ള ചെളിയുടെ അടിയിലൊക്കെ കൊച്ചു കൊച്ചു മീനുകളും പൊടിമീനുകളും അല്ലെങ്കിൽ ചേറിലൊക്കെ താമസിക്കുന്ന മീനുകളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ തിന്നാനും ഈ ഒരു സീസണിലായിട്ട് പറന്ന് നടക്കുന്ന ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സിന് അതൊക്കെ ഒരു ഫുഡല്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് ഈ ഒരു സ്ഥലത്തോട്ടൊക്കെ വരും. അങ്ങനെയാണ് ഇവിടെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് കൂടുതലായിട്ട് വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതാണ്, ഇത്രയും ഇവിടെ അത്രയും ഫുഡ് അവർക്കുള്ളതുകൊണ്ടാണ്. മുമ്പ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ കുളം ഫുള്ള് ഇതുപോലെ ഇങ്ങനെ വെള്ളം നമുക്ക് ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഫുള്ള് ഇപ്പോൾ ഇതൊക്കെ കാട് കയറി മൊത്തം. ഇവിടെയൊക്കെ മണ്ണൊക്കെ കയറിയും കാടായി. മുന്നേ ഇവിടെ ആൾക്കാർ തുണി കഴുകാനൊക്കെ വരുമായിരുന്നു, അലക്കാനൊക്കെ ആൾക്കാർ ഇവിടെ ഈ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ അവിടെ അലക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ആ കാണുന്നുണ്ടല്ലോ, അതൊരു ഫാമാണ് അവിടെ കാണുന്നത്. ഈ വരുന്ന വഴിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഫാമുകൾ കാണാൻ പറ്റും. കാരണം ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ കൂടുതലും ഉപജീവനമൊക്കെ എനിക്കൊന്ന് ഫാമും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു സ്ഥലമല്ലേ ഫാമിനൊക്കെ ഏറ്റവും വേണ്ടുന്നത്. കാരണം നല്ല നിശബ്ദമായിട്ടുള്ളൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു കുളമുണ്ട്. നമ്മൾ ഈ ഒരു പോകുന്ന വഴിക്ക് കണ്ടില്ലേ, ഇവിടെയൊക്കെ കാടൊക്കെ കയറി, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യാമായിരുന്നു. ആ റോഡ് നേരെ വന്ന് ആ കാണുന്നതാണ് പരവൂർ ചാത്തന്നൂർ റോഡെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ വന്ന വഴിയുണ്ടല്ലോ, നേരത്തെ പകുതിക്ക് വന്ന് നിർത്തിയത്, ആ വഴി വന്ന് തീരുന്നത് ഈ റോഡിലാണ്. ഈ റോഡ് ഇങ്ങനെ പോയാണ് അവിടെ ഇറങ്ങേണ്ടുന്നത്. നമ്മൾ നേരത്തെ വന്ന ആ രണ്ടാമത്തെ റോഡ് അതുവഴി വന്നിട്ട് ഈ ഒരു മെയിൻ റോഡിൽ ഇറങ്ങിയായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉള്ളിലോട്ട് കയറിയതാണ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്ന റോഡാണ്, പകുതിക്ക് വെച്ച് നിർത്തിയില്ലായിരുന്നോ, ആ റോഡാണ്. അത് അവിടെ മാത്രമേ അടഞ്ഞു കിടപ്പുള്ളൂ. നമുക്ക് ഇവിടെ കുറച്ച് ദൂരം വരെ പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. നമ്മൾ ഈ ഒരു ചാത്തന്നൂർ പരവൂർ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇതുവഴിയാണ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് കുറച്ച് ദൂരം എന്തുകൊണ്ട് അവിടെ വരെ ഉള്ളൂ ഈ ഒരു കോൺക്രീറ്റ് റോഡ്. ഇവിടെ കുറേ ആമ്പലാണോ താമരയാണോ എന്താണോ എന്തുകൊണ്ടോ ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇത് ഫുൾ ആമ്പലോ താമരയോ ഏതെങ്ങാണ്ടാണ്. ചിലതിലൊക്കെ മുട്ടൊക്കെ നിൽപ്പുണ്ട്, ചിലതിലൊക്കെ മുട്ട നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റോഡിൽ ഭയങ്കര നിശബ്ദമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചപ്പാട് വേളം അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഈ റോഡിന് അടുത്തായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഫുള്ള് കാട് കയറി കിടക്കുക. കാരണം ആ റോഡ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞ് കിടക്കുന്നത് കാരണം ഇപ്പോൾ ഇതുവഴി ആരും യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു. ബൈക്കൊന്നും പോകത്തില്ല, ഫുള്ള് കുണ്ടും കുഴിയും ചാടിയൊക്കെ പോകുന്നത്. പിന്നെ ഫുള്ളായപ്പോഴത്തേക്ക് കാടായി, വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ തിരിച്ചു വന്നു. പക്ഷേ ആ ഒരു നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഒരു രണ്ടാമത്തെ വഴിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലും വേസ്റ്റ് ഇടാതിരിക്കുക. അതിന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ചാത്തന്നൂർ പരവൂർ റോഡെന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ്. അവിടുന്ന് ഒരു 10-200 മീറ്റർ നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ കണ്ടില്ല, ഇവിടുത്തെ ഫുള്ള് വേസ്റ്റ് കണ്ടോ, ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് തള്ളുന്ന വേസ്റ്റുകളൊക്കെ അവിടെ ഒരുപാട് ആ റോഡ് സൈഡിലൊക്കെ കിടപ്പുണ്ട്, ഈ ഒരു ചെറിയുടെ ഭാഗത്തായിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളാരും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഈ ഒരു പ്രകൃതിയോട് മാത്രം നല്ലതല്ല, ഈ ഇത്രയും നല്ല വൃത്തി കിടക്കുന്ന ഈ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര വളരെ മോശമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സൈഡിൽ നിന്നപ്പോൾ ആ ഒഴുകുപാറ സൈഡിൽ നിന്നപ്പോഴത്തേക്ക് ഇത്ര വേസ്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലായിരുന്നു. ഈ ഒരു മെയിൻ റോഡ്, ചിലപ്പോൾ ഇത് മെയിൻ റോഡിന് അടുത്തായതുകൊണ്ടായിരിക്കും രാത്രി കാലങ്ങളിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്നതായിരിക്കും. അതോ ഇനി ഇവിടുത്തെ ഫാക്ടറി എന്തോ നമുക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു ഇതിനകത്തൊക്കെ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ കണ്ടില്ലേ, സൈഡിൽ പ്ലാസ്റ്റിക്കുകൾ. അതുപോലെ തന്നെ ഇപ്പുറത്തൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് വേസ്റ്റുകൾ കിടപ്പുണ്ട്. ഈ കാട് വന്ന് അതിൻ്റെ മേളിൽ കൂടെ മൂടി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. ഗൈസ്, അപ്പം ചെറിയ രീതിക്ക് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. സമയം 5 മണി ആയിട്ടുള്ളെങ്കിലും ഇരുട്ടായി തുടങ്ങി. കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടേ ഒരു മഴക്കോളിൽ ഫുള്ളായിട്ട് നിൽക്കുവാണ്, കണ്ടില്ലേ. ഫുള്ളൊരു ചെറിയ രീതിക്കുണ്ട്. കാരണം ഇപ്പോൾ 5 മണി ആയിട്ടുള്ളെങ്കിൽ കൂടി മഴയുടെ ആ ഒരു ഇതും പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു മൂടിക്കെട്ടലും ചിലപ്പോൾ മഴയാണ്, ചെറിയ ചാരൽ, അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ആയതുകൊണ്ട് ഇപ്പോൾ ഇരുട്ടി തുടങ്ങി. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് പോളച്ചിറയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ഒരു ചെറിയൊരു കാഴ്ചയായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ നിങ്ങളത് കാണണമെന്ന് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര്, എനിക്കൊന്ന് വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. കാരണം എന്നെ അറിയാവുന്നവരാണ് ഈ വീഡിയോ കാണുന്നത്, ഈ ഏരിയയിലൊക്കെ ഉള്ളവർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് അറിയാവുന്ന സ്ഥലം തന്നെ ആയിരിക്കും. പക്ഷേ ഇത് അറിഞ്ഞൂടാത്തവരിലേക്കും ഈ ഒരു സ്ഥലം എത്തിക്കുക. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, കുറച്ച് പോളിച്ചിറയിലെ കാഴ്ചകളും പിന്നെ അതുപോലെ തന്നെ കുറേ വിവരങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്നത് അറിയാമല്ലോ, ഒരു 80% പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നഷ്ടമാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സബ്സ്ക്രൈബേഴ്സിനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണാത്തവർക്ക് ആയിട്ട് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു കാഴ്ചകളും പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നവരേക്കും ബൈ.